ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് മെനു ആണ്. വളരെ സിമ്പിളായിട്ടുള്ള കറികളാണ് ചോറിൻ്റെ കൂടെ തയ്യാറാക്കിയിരിക്കുന്നത്. മാമ്പഴപ്പുളിശ്ശേരി, പുളിയിഞ്ചി, ക്യാബേജ് തോരൻ. നമ്മൾ ഈ ലഞ്ചൊക്കെ റെഡിയാക്കുമ്പോഴും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പവും പാചകം കുറച്ച് എളുപ്പവും. അപ്പോൾ ഇവിടെ തേങ്ങ വേണം, അത് ക്യാബേജ് തോരനും വേണം, മാമ്പഴപ്പുളിശ്ശേരിക്കും വേണം. അപ്പോൾ തേങ്ങ നേരത്തെ ചിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാബേജ് അരിഞ്ഞ് കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന് വേണ്ട പച്ചമുളക്, ഉള്ളി, അതിൽ പുളിയിഞ്ചിക്കാണെങ്കിൽ അതിൻ്റെ ഇഞ്ചി, പുളി ഇതെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് വളരെ എളുപ്പമാവും. ക്യാബേജ് തോരൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിനാവശ്യമായ എരിവിനാവശ്യമായ പച്ചമുളക്, പിന്നെ ചുവന്നുള്ളി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ജീരകം, കുറച്ച് തേങ്ങ, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ക്യാബേജ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ സമയത്ത് നമുക്കിനി മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള മാങ്ങ, ഇത് ചന്ദ്രക്കാരൻ മാങ്ങയാണ്, വീട്ടിലുണ്ടായ മാങ്ങ തന്നെ കേട്ടോ. ഇതിൻ്റെ അരപ്പിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനമാണ് അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ക്യാബേജ് തോരന് ഉരുളി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അല്പം ഉഴുന്നുപരിപ്പിട്ട് പിന്നെ വറ്റൽമുളക് 1-2 കീറിയിട്ട് വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഞാനിവിടെ നേരത്തെ ചേർത്തതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. അതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മൂടിയെ തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചു പോകും. ഒരുപാട് നേരം ക്യാബേജൊന്നും ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് കഴിയും. കുറച്ചൊന്ന് ആവി കയറിയാൽ തന്നെ വേവുന്നതാണ്. ഇനി അടുത്തത് മാമ്പഴപ്പുളിശ്ശേരിയാണ്. അപ്പോൾ അതിന് മാങ്ങയൊക്കെ തോല് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് മാങ്ങ മുങ്ങുന്ന വിധത്തിൽ വെള്ളമൊഴിച്ച് നന്നായി വേവിച്ചെടുക്കാം. മാങ്ങ നന്നായി വേവണം, എന്നാലേ ആ മാമ്പഴപ്പുളിശ്ശേരിക്ക് നല്ലൊരു രുചി കിട്ടുള്ളൂ. മാങ്ങ വെന്ത് വരുമ്പോൾ നമുക്ക് അതിൽ അല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന സംഭവമാണ് ഈ ശർക്കര. അപ്പോൾ എന്തായാലും അത് ഒഴിവാക്കരുത്. പുളിയും മധുരവും എരിവും എല്ലാം കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ല സ്വാദ് കിട്ടുന്നത്. പിന്നെ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും, നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്താണ്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കുക. തിളച്ചൊന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ചിട്ട് തൈര് ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കരുത്, തിള പൊട്ടുമ്പോൾ തീ ഓഫാക്കണം. ഇനി താളിച്ചിടാനായിട്ട് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, അത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലാണെങ്കിൽ കൂടുതൽ സ്വാദായിരിക്കും. ഇനി അടുത്ത കറി എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ്. പുളിയിഞ്ചിയുടെ വീഡിയോ ഇവിടെ ചെയ്യുന്നില്ല, കാരണം അത് തലേ ദിവസം വെച്ചതാണ്. പുളിയിഞ്ചിയുടെ ഒരു ഷോർട്സ് വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ലഞ്ച് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.